നെടുമ്പ്രം ക്രിസ്തോസ് ഇടവകയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. 1895 ഇന്നേക്ക് 130 വർഷം മുമ്പ് കശിശ പട്ടത്വം സ്വീകരിച്ച വേങ്ങലച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന PT ഗീവർഗീസ് കശിശയാണ് ആ ഇടവകയുടെ ആദ്യത്തെ പട്ടക്കാരൻ. പിന്നീട് 74 വർഷം കഴിഞ്ഞ് 1969 ഗീവർഗീസ് മാർ അത്താനാസ്യോസ് സഫകൻ മെത്രാപ്പോലിത്ത തിരുമേനിയും തോട്ടയ്ക്കാട്ട് TV പുന്നനച്ചനും കശിശമാരായി പട്ടം ഏൽക്കുന്നത്. ഞാൻ പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് 1985 ഇപ്പോൾ 40 വർഷത്തിന് ശേഷമാണ് ഗോഡ്വിൻ ശമാശൻ കശിശ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. ഇടവകയിൽ ജനിച്ച് വളർന്ന കശിശ പട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന 5ാമത്തെ ആളാണ് ഗോഡ്വിൻ ശമാശൻ. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് വില്യം ടെമ്പിൾ തൻ്റെ ആത്മകഥയിൽ കുറിച്ചിരിക്കുന്ന ഒരു ചെറിയ വാചകമുണ്ട്. മൈ ഡിയറസ്റ്റ് സ്പോട്ട് ഇൻ മൈ ലൈഫ് ഈസ് മൈ ഹോം പാരിഷ്. ഓരോ പട്ടക്കാരനും അവരുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു വാചകമാണിത്. പട്ടത്ത ശുശ്രൂഷയിലേക്കുള്ള വിളിയും നിയോഗവും രൂപപ്പെടുത്തുന്നതിൽ മാതൃ ഇടവുകൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ആ ഓർമ്മപ്പെടുത്തലാണ് ആ കുറിപ്പിലൂടെ ആർച്ച് ബിഷപ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നെടുമ്പ്രം ക്രിസ്തോസ് ഇടവയ്ക്കുന്നൊരു സന്തോഷ ദിനമാണ്. മലങ്കര മർത്തോമാ സഭയുടെ കശിശ ഗണത്തിലേക്ക് ഒരാളെ കൂടെ നൽകാൻ ആ ഇടവയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇടവകയുടെ അഭിമാനവും സന്തോഷവും ഞാൻ ഈ സമയത്ത് പങ്കുവയ്ക്കട്ടെ. അഭിമന്യ പൗലോസ് തിരുമേനിയുടെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരുടെയും നെടുമ്പ്രം ക്രിസ്തോസ് ഇടവാങ്ങളുടെയും പ്രാർത്ഥനകളും ആശംസകളും ഇന്ന് കശിശ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ഗോഡ്വിൻ ശമാശനെ ഞാൻ അറിയിക്കുന്നു. തുടർന്നുള്ള പട്ടത്ത യാത്രയിൽ ദൈവം കൂടെ ഇരുന്ന് ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ധ്യാനത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം നമുക്കൊക്കെ വളരെ സുപരിചിതവും നമ്മൾ വളരെ സർവ്വസാധാരണമായി വായിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗമാണ്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തുകൊണ്ട് രസം വരുത്തും? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ പുത്രനിലൂടെ പകരപ്പെട്ട ഈ വചനം അതിൻ്റെ വ്യാപ്തിയിലും സൂക്ഷ്മഭാവത്തിൽ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അതിന് അങ്ങയുടെ ആത്മാവിൻ്റെ പ്രേരണ ഞങ്ങളുടെ മേൽ പരിവർത്തനം ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കരുണയോടെ കേൾക്കണമേ. ആമേൻ. ഞാൻ ഈ വായിച്ച വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗിരിപ്രഭാഷണത്തിൻ്റെ ഭാഗമാണ്. ദൈവശാസ്ത്ര പണ്ഡിതന്മാർ അതിനെ കൗണ്ടർ കൾച്ചറൽ മാനിഫെസ്റ്റോ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. സഭയുടെ സ്വഭാവവും ദൗത്യവും കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ്. സഭയുടെ സ്വഭാവവും ദൗത്യവും വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ്. ദിസ് ടെക്സ്റ്റ് ഇൻഡിക്കേറ്റ്സ് ദി നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ദി ചർച്ച് ഇൻ ദിസ് വേൾഡ്. ഉപ്പ് എന്ന മെറ്റഫർ ഉപയോഗിച്ചുകൊണ്ട് യേശു തൻ്റെ ശിഷ്യ സമൂഹം എങ്ങനെയാണ് ലോകത്തിൽ നിലകൊള്ളേണ്ടത് എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. യഹൂദന്മാരുടെ ആരാധന പാരമ്പര്യ ക്രമങ്ങളിൽ ഉപ്പ് ഒരു പ്രതീകാത്മക ഘടകം ആയിരുന്നു. എല്ലാ വഴിപാടിലും ഉടമ്പടി ബന്ധത്തിലും ഉപ്പൊരടയാളമായിരിക്കണമെന്ന് ലേവ്യ പുസ്തകത്തിൽ നിരവധി പരാമർശനങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുപോലെ ആരാധനകളിൽ ശുദ്ധീകരണത്തിനുള്ളൊരു ഘടകമായും ഉപ്പിനെ നിർണയിക്കുന്ന വേദഭാഗങ്ങൾ പുറപ്പാട്, സംഖ്യ,
പുസ്തകങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഉപ്പിനെ ഒരു പ്രതീകാത്മക ഭാവത്തിൽ വ്യാഖ്യാനിക്കാനുള്ള പരിശ്രമം വേദപുസ്തക പഠിതാക്കളുടെ ഇടയിൽ ഉണ്ട്. അതുപോലെ തന്നെ ഉപ്പിൻ്റെ ഗുണപരമായ തലങ്ങളും നമ്മുടെ വ്യാഖ്യാന രീതികളിൽ നമ്മൾ ചേർത്ത് വയ്ക്കാറുണ്ട്. ഉപ്പ് രുചി പകരുന്നതാണ്, അത് ശുദ്ധിയുടെ പര്യായമാണ്, മുറിവുകളെ ഉണക്കുന്നതാണ്, ജീർണതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നതാണ്. ഉപ്പ് അലിഞ്ഞ് ഇല്ലാതാകുന്ന പോലെ മറ്റുള്ളവർക്കായി സ്വയം ശൂന്യമാക്കണം. ആഴമുള്ള കടലിൻ്റെ അനുഭവത്തിൽ നിന്ന് ഉപ്പ് രൂപപ്പെടുന്ന പോലെ ക്രിസ്തു ശിഷ്യർ ആ ഭാവം ഉൾക്കൊള്ളണം. അങ്ങനെ അലിഞ്ഞ് ഇല്ലാതാകുന്ന ഉപ്പിൻ്റെ ഗുണസവിശേഷം നിറഞ്ഞ വ്യാഖ്യാനങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ ഒരു പ്രതീകാത്മകമായ വ്യാഖ്യാനം ഒരു വശത്ത് നമ്മൾ വായിക്കുന്നു. അതോടൊപ്പം തന്നെ ഉപ്പിൻ്റെ ഗുണപരമായ തലവുമായി ബന്ധപ്പെട്ടുള്ള വ്യാഖ്യാന രീതികളും വേദപുസ്തകത്തിൻ്റെ വിവിധ താളുകളിൽ സമൃദ്ധിയാണ്. എന്നാൽ ഈ പറഞ്ഞ വ്യാഖ്യാന രൂപങ്ങളിൽ നിന്നൊക്കെയും വളരെ വ്യത്യസ്തമായ മാനത്തിലാണ് യേശു ഈ ഉപമ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് യേശു ഈ ഉപമ പറയുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യത്യസ്തതയിൽ യേശു അതിനെ കാണുന്നത്, മനസ്സിലാക്കുന്നത് എന്ന് ഉള്ളത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. യേശു ഉപമ ആരോടാണ് പറയുന്നത്? യേശു ഉപമ പറയുന്നത് ശിഷ്യ സമൂഹത്തോടും തന്നെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന കമ്മ്യൂണിറ്റി ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സിനോടുമാണ്. ഈ കമ്മ്യൂണിറ്റി ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സ് അവർ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ദരിദ്ര സമൂഹമായിരുന്നു. റോമൻ ആധിപത്യത്തിൻ്റെയും യഹൂദ പൗരോഹിത്യ സമ്മർദ്ദത്തിൻ്റെയും ഇടയിൽ സ്വന്തം ഐഡൻറ്റിറ്റി നിലനിർത്താൻ ക്ലേശവും പീഡനവും ദിനംതോറും സഹിച്ചുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റിയായിരുന്നു ബിയാറ്റിറ്റ്യൂഡ്സ് കമ്മ്യൂണിറ്റി. അവരോടാണ് യേശു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് യേശു പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉണ്മ ചോർന്നു പോകാതെ, നിങ്ങളുടെ ഊർജം ചോർന്നു പോകാതെ, നിങ്ങൾ നിൽക്കുന്ന സാമൂഹിക ഇടത്തിൽ ഒരു നിരന്തര സാന്നിധ്യമായി ചരിത്രമധ്യത്തിൽ നിൽക്കേണ്ടതിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഈ ഉപമ യേശു അവരോട് പറയുന്നത്. നമ്മളിത് ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തൊന്നുകൊണ്ട് രസം വരുത്തും. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നതല്ല. അപ്പോൾ അലിഞ്ഞില്ലാതാകുന്ന ഒരവസ്ഥയ്ക്ക് എതിരായിട്ടാണ് യേശു ഇവിടെ സംസാരിക്കുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് ആൻ എക്സ്പ്ലിസിറ്റ് വാർണിംഗ് എഗൻസ്റ്റ് ദി ഡിസോൾവിങ്. അതുകൊണ്ട് യേശു അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. സോൾട്ട്നെസ് മസ്റ്റ് ബി പ്രിസേർവ്ഡ്. അതായത് ഉപ്പിൻ്റെ കാരം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ അതിൻ്റെ സ്വാഭാവിക ഐഡൻറ്റിറ്റി സൂക്ഷിക്കപ്പെടണമെന്ന് ആണ് യേശു ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഡിസോൾവിങ് ദി ഐഡൻറ്റിറ്റി ഓഫ് ദി കമ്മ്യൂണിറ്റി എന്ന ഒരു ജനറലൈസേഷനിലേക്കല്ല യേശു ഇവിടെ പോകുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ഭാഗത്തിന് നമ്മളൊരു തലക്കെട്ടിട്ടാൽ, ഒരു ടൈറ്റിൽ കൊടുത്താൽ അത് ഇപ്രകാരമായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിചാരം. യു ആർ ദി സോൾട്ട് ഓഫ് എർത്ത്, നോട്ട് ഫോർ ഡിസോൾവിങ് ബട്ട് ഫോർ കൗണ്ടർ ഐഡൻറ്റിറ്റി. യു ആർ സോൾട്ട് ഓഫ് ദി എർത്ത്, നോട്ട് ഫോർ ഡിസോൾവിങ് ബട്ട് ഫോർ കൗണ്ടർ ഐഡൻറ്റിറ്റി. ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞാൽ അലിഞ്ഞ് ഇല്ലാതാകുക എന്നല്ല, മറിച്ച് ഒരു ബദൽ സ്വത്വം ആവിഷ്കരിക്കുന്ന ഒരു ബദൽ ശിഷ്യ സമൂഹമായി ചരിത്രത്തിൽ നിലകൊള്ളുക എന്നാണ്. അപ്പോൾ ബിയാറ്റിറ്റ്യൂഡ്സ് കമ്മ്യൂണിറ്റിയെ യേശു അഡ്രസ്സ് ചെയ്യുമ്പോൾ യേശുവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ചിന്തയാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. അപ്പോൾ എല്ലാ തിന്മകളും പീഡനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിനുള്ളിൽ വ്യത്യസ്തതയുള്ളൊരു ബദൽ സമൂഹമായി നിലകൊള്ളാനുള്ള വെല്ലുവിളിയാണ് യേശു ഇവിടെ ഉയർത്തുന്നത്. ദി ത്രസ്റ്റ് ഓഫ് ദി പാരബിൾ ഈസ് ടു എൻകറേജ് ദി ഐഡൻറ്റിറ്റി, encourage the beatitude community to retain in themselves the quality of salt, not for dissolving, but as an agent of transformation. ഇങ്ങനെ നമ്മൾ ചിന്തിക്കാനുള്ളൊരു മറ്റു കാരണം കൂടെ എൻ്റെ മുമ്പിൽ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അത് യേശു ഈ ഉപമ പറയുമ്പോൾ പഴയ നിയമത്തിൻ്റെ ചരിത്രത്തിൽ വിവിധ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന റെമനന്റ് കമ്മ്യൂണിറ്റി അല്ലെ കമ്മ്യൂണിറ്റി ഓഫ് റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള ബോധ്യം യേശുവിനുണ്ടായിരുന്നു.
ആ ബോധ്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് യേശു ഈ ഗിരിപ്രഭാഷണത്തിൽ സംസാരിക്കുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളൊരു 3 ഘട്ടങ്ങൾ നമുക്കിതിലൂടെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതായത് പഴയ നിയമ ചരിത്രത്തിൽ ഓരോ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ബദൽ സമൂഹങ്ങളെക്കുറിച്ചുള്ള, കമ്മ്യൂണിറ്റി ഓഫ് റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള ഒരു ചരിത്രപരമായ ബോധ്യം യേശുവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് യേശു ഈ കമ്മ്യൂണിറ്റി ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സിനോട് സംസാരിക്കുന്നത്. ഒന്ന്, BC 8-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന പ്രവാചക സമൂഹം ഒരു ഓൾട്ടർനേറ്റീവ് കൗണ്ടർ കമ്മ്യൂണിറ്റി ആയിരുന്നു. ഇസ്രയേൽ സമൂഹം രാജാധികാരത്തിലേക്ക് പോവുകയും അസമത്വം വർദ്ധിക്കുകയും അനീതിയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തപ്പോൾ ദൈവിക നീതിയിലേക്ക് ആ സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഠിന പ്രയത്നം ചെയ്ത ഒരു സമൂഹമാണ് ഈ പ്രൊഫറ്റിക് കമ്മ്യൂണിറ്റി. അത് BC 8-ാം നൂറ്റാണ്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. BC 6-7 നൂറ്റാണ്ടിൽ ഇസ്രയേൽ ജനത പ്രവാസ കാലഘട്ടത്തിലേക്ക് പോയപ്പോൾ ആ പ്രവാസ കാലഘട്ടത്തിൽ അവരെ വചനം നൽകി ന്യായപ്രമാണത്തിൻ്റെ പുനർവായനയിലൂടെ ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ആത്മബോധത്തെ നിലനിർത്തിയ ഒരു ഗണമായിരുന്നു ഡ്യൂട്രോണമിക് കമ്മ്യൂണിറ്റി. ആ ഒരു കാലഘട്ടത്തിനെ മുന്നോട്ട് നയിക്കാൻ വേദപുസ്തക ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഒരു റെസിസ്റ്റൻസ് കമ്മ്യൂണിറ്റിയാണ് ഈ ഡ്യൂട്രോണമിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. BC 3-4 നൂറ്റാണ്ടിൽ ഹെലനിസ്റ്റിക് ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ രക്തസാക്ഷികളായി നിന്ന് വിശ്വാസത്തെ മുറുകെ പിടിച്ച ഒരു റംനൻ കമ്മ്യൂണിറ്റി ആയിരുന്നല്ലോ അപ്പോക്കാലിപ്റ്റിക് സമൂഹം. അപ്പം പ്രവാചക സമൂഹവും ഡ്യൂട്രോണമിക് കമ്മ്യൂണിറ്റിയും അപ്പോക്കാലിപ്റ്റിക് സമൂഹവും ഇസ്രയേൽ ചരിത്രത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടത്തിൽ ബദൽ സമൂഹങ്ങളായി സാക്ഷ്യ നിർവഹണത്തിൽ ഏർപ്പെട്ടവരാണ്. ആ ചരിത്രധാരയുടെ ഒരു തുടർച്ചയാണ് പുതിയ നിയമ കാലഘട്ടത്തിൽ യേശുവിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ പഴയ നിയമ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു ഈ ബിയാറ്റിറ്റ്യൂഡ്സ് കമ്മ്യൂണിറ്റിയോട് സംസാരിക്കുന്നത്. ആ പ്രവാചക ധാരയുടെയും ഡ്യൂട്രോണമിക് ധാരയുടെയും അപ്പോക്കാലിപ്റ്റിക് ധാരയുടെയും ആ ഒരു ചരിത്ര തുടർച്ചയിൽ നിന്നുകൊണ്ടാണ് യേശു ബിയാറ്റിറ്റ്യൂഡ് കമ്മ്യൂണിറ്റിയോട് പറയുന്നത്. അപ്പോൾ തിന്മയുടെ ഒരു വലിയ കൊടുങ്കാറ്റിൽ ഉപ്പുരസം പോകാതെ സ്വത്വം സൂക്ഷിക്കുന്ന, സ്വത്വം സംരക്ഷിക്കുന്ന ഒരു റംനൻ കമ്മ്യൂണിറ്റികളുടെ വേദപുസ്തക പാരമ്പര്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് യേശു ഈ ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ ആദിമ സഭയോട് സംസാരിക്കുകയും ആ വേദപുസ്തക സ്മരണകളെ യേശു അതിലൂടെ വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും ഒരു ന്യൂനപക്ഷ ഗണത്തിലൂടെയാണ് ദൈവം ചരിത്രത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അസാരം പുളിമാവ് പിണ്ടത്തെ പുളിപ്പിക്കുന്ന പോലെ, ഉപ്പിൻ്റെ കാരം പോലെ ചെറിയ ഗണമായി നിന്ന് ലോകത്തെ രൂപാന്തരപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് സഭയും സഭയ്ക്കുള്ളിലെ പട്ടത്ത സമൂഹം എന്ന വലിയ ദർശനത്തിലേക്കാണ് ഈ വേദഭാഗം നമ്മെ നയിക്കുന്നത്. പട്ടംകൊട ശുശ്രൂഷ വേളയിലാണ് ഈ വേദഭാഗം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. എക്കാലവും ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് ഓരോ ദേശത്തും ഓരോ കാലഘട്ടത്തിലും ഉയർന്നു വന്നിട്ടുള്ള ബദൽ സമൂഹങ്ങൾ, റംനൻ കമ്മ്യൂണിറ്റി. ആ ഒരു വ്യതിരക്ത ബദൽ സമൂഹമായി ചരിത്രമധ്യത്തിൽ നിൽക്കാനുള്ള വിളിയും നിയോഗവുമാണ് പട്ടത്ത സമൂഹത്തിനുള്ളത്. ക്രൂസിൻ്റെ സമർപ്പണത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു ക്രൂസിഫോം മൈനോറിറ്റിയാണ് പട്ടത്ത സമൂഹം. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ അടയാളമാണ് അവർ വഹിക്കുന്നത്. ഇന്നത്തെ അത്യന്തം കലുഷിതമായൊരു വർത്തമാന സന്ധ്യയിൽ ഒരു വ്യതിരക്ത ബദൽ സമൂഹമായി, ഒരു ഓൾട്ടർനേറ്റീവ് കൗണ്ടർ കമ്മ്യൂണിറ്റി എന്ന പട്ടത്ത സാക്ഷ്യം നിർവഹിക്കാനുള്ള നിയോഗമാണ് ഓരോ പട്ടക്കാരിലും നിക്ഷിപ്തം ആയിരിക്കുന്നത്. ഗോഡ്വിൻ ശമാസൻ ഇന്ന് കശിശ പദവിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ബദൽ ജീവിത സാക്ഷ്യത്തിൻ്റെ അനുഭവ തലത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന ഓർമ്മ ഉള്ളിൽ സൂക്ഷിക്കണം. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ഗോഡ്വിൻ ശമാസൻ ഇന്ന് കശിശ പദവിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ബദൽ ജീവിത സാക്ഷ്യത്തിൻ്റെ അനുഭവ തലത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന ഒരു ഓർമ്മ ഉള്ളിൽ സൂക്ഷിക്കണം. എന്താണ് ഇടയ ശുശ്രൂഷ? എന്തായിരിക്കണം ദൈവശാസ്ത്രം? എന്താണ് സഭ?
എന്താണ് സഭയുടെ പൊതുമണ്ഡലത്തിലെ സാക്ഷ്യം? അതിൻ്റെയൊക്കെ കൃത്യമായ അടയാളപ്പെടുത്തലുകളാണ് ബദൽ ജീവിത സാക്ഷ്യം ഓരോ പട്ടക്കാരിൽ നിന്നും ആവശ്യപ്പെടുന്നത്. ആ വിധ സാക്ഷ്യ നിർവഹണത്തിൽ ഒരു പട്ടക്കാരൻ ഉള്ളിൽ സൂക്ഷിക്കേണ്ട 3 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ധ്യാനം ഉപസംഹരിക്കട്ടെ. 1, പട്ടക്കാർ ബദൽ ഭാവനകളെ നെയ്യുന്നവർ ആയിരിക്കണം. ഒരു കൗണ്ടർ ഇമാജിനേഷൻ പേറുന്നവരായിരിക്കണം പട്ടക്കാർ. റോമൻ മിലിറ്ററി അധിനിവേശവും യഹൂദ മതാധിപത്യവും ഈ നെക്സസിനെതിരെ യേശു ഉയർത്തിയ ബദൽ ഭാവനയാണ് ദൈവരാജ്യം. ആദിമസഭയായിരുന്നു അതിൻ്റെ പരികർമ്മികൾ. ഒരു സമൂഹം മുന്നോട്ട് നയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബദൽ ഭാവന നമ്മളെല്ലാവരും ഉള്ളിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യം. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കോണ്ടാർ റൈസർ അദ്ദേഹത്തിൻ്റെ ടു ബി ദി ചർച്ച് എന്ന പുസ്തകത്തിൽ യൂസ്ഫുൾ ഉട്ടോപ്പിയ എന്ന ആശയം ഉപയോഗിക്കുന്നുണ്ട്. യൂസ്ഫുൾ ഉട്ടോപ്പിയ, സ്വപ്നം കാണുന്ന, ബദൽ ഭാവനയുള്ള, തീവ്രമായ നീതിബോധമുള്ള, വിമർശന ചിന്തയും ഉറച്ച പ്രതിബദ്ധതയുമുള്ള ഒരു ന്യൂനപക്ഷ ഗണത്തിലൂടെയാണ് ചരിത്രം എപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ ആവർത്തിക്കട്ടെ, സ്വപ്നം കാണുന്ന, ബദൽ ഭാവനയുള്ള, തീവ്രമായ നീതിബോധമുള്ള, വിമർശന ചിന്തയും ഉറച്ച പ്രതിബദ്ധതയുമുള്ള ഒരു ന്യൂനപക്ഷ ഗണത്തിലൂടെയാണ് ചരിത്രം എപ്പോഴും മുൻപോട്ട് പോയിട്ടുള്ളത്. ഭൂരിപക്ഷ നിസ്സംഗതയെ മറികടക്കാൻ ഒരു ന്യൂനപക്ഷ പ്രതിബദ്ധത ചരിത്രത്തിൽ എപ്പോഴും പ്രവർത്തന നിരതം ആകണം. ഉത്തരവാദിത്വമുള്ള വിശ്വാസവും ദൈവശാസ്ത്രവും ഉട്ടോപ്യനായിരിക്കണം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഉട്ടോപ്യ എന്നാൽ അയഥാർത്ഥ്യം എന്ന അർത്ഥത്തിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക സ്വപ്നമാണ്, ഒരു കളക്റ്റീവ് ഡ്രീംസാണ്. ഒരു സമൂഹം ഭാവിയിൽ എന്തായിരിക്കണം എന്നതിൻ്റെ അഭിവാഞ്ചിയാണ് ഉട്ടോപ്യകൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഭാവിയിൽ യാഥാർത്ഥ്യമാകേണ്ടതിൻ്റെ ദർശനപരമായ ചട്ടക്കൂടാണ് ഉട്ടോപ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു സമൂഹം മുന്നോട്ട് പോകണമെന്നെങ്കിൽ എന്തെങ്കിലും ഒരു സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൽ നാം സൂക്ഷിക്കേണ്ടത് ആവശ്യം. മിഷൻ ഇൻ ദി മാർക്കറ്റ് പ്ലേസ് എന്ന പുസ്തകത്തിൽ ബദൽ ഭാവനകളെ നെയ്തെടുക്കേണ്ട പട്ടക്കാർ ദൈവശാസ്ത്ര അന്വേഷണങ്ങളിൽ നിന്ന് മാറി പേഴ്സണൽ പേഴ്സ്യൂട്ടിലേക്ക് ചുരുങ്ങിപ്പോകുന്നു എന്ന ദുഃഖം ക്രിസോസ്റ്റം തിരുമേനി പങ്ക് വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, പട്ടത്ത ശുശ്രൂഷയുടെ ആദ്യകാല ചരിത്രം നമ്മൾ പരിശോധിക്കുക, അത് കോർപ്പറേറ്റ് പേഴ്സ്യൂട്ട്, വിശാലമായ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പട്ടക്കാരെ ദേശത്തിൻ്റെ പട്ടക്കാർ എന്നൊക്കെ പേരിട്ട് വിളിക്കുകയും ആ പേരിൽ നമ്മൾ അറിയപ്പെടുകയൊക്കെ ചെയ്ത്. എന്നാൽ ഇന്നത് ചുരുങ്ങി നമ്മുടെ ദൈവശാസ്ത്ര ദർശനത്തിനകത്ത് മങ്ങൽ വരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു വളരെ പേഴ്സണൽ പേഴ്സ്യൂട്ടിലേക്ക്, വ്യക്തിഗതമായ താല്പര്യങ്ങളിലേക്ക് പട്ടത്ത ശുശ്രൂഷ ചുരുങ്ങിപ്പോകുന്നുണ്ടോ എന്നുള്ള ദുഃഖം ക്രിസോസ്റ്റം തിരുമേനി മിഷൻ ഇൻ ദി മാർക്കറ്റ് പ്ലേസ് എന്ന പുസ്തകത്തിൽ സൂചിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ടൊരു സമൂഹത്തിന് പുതിയ അടയാളങ്ങൾ പകരുന്ന, പുതിയ ബദൽ ഭാവനകൾ നെയ്യുന്ന നിയോഗ വഴികളിലേക്കാണ് താൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ബോധ്യം ഗോഡ്വിൻ ശമ്മാശനിൽ എക്കാലവും നിലനിൽക്കണം. ഒരു സമൂഹത്തിന്, താൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടത്തിന് പുതിയ അടയാളങ്ങൾ നൽകുന്ന, പുതിയ ബദൽ ഭാവനകൾ പകരുന്ന ഒരു നിയോഗ വഴിയിലേക്കാണ് താൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ബോധ്യം ഗോഡ്വിൻ ശമ്മാശനിൽ എക്കാലവും നിലനിൽക്കണം. 2, പട്ടക്കാർ ബദൽ നൈതികതയുടെ വക്താക്കൾ ആയിരിക്കണം. പട്ടക്കാർ ബദൽ നൈതികതയുടെ വക്താക്കൾ ആയിരിക്കണം. എന്തെങ്കിലും ഒരു എത്തിക്സ് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വിളിയും നിയോഗത്തെയും തകിടം മറിക്കുന്ന വല്ലാത്ത ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അത്യന്തം സങ്കീർണം നിറഞ്ഞ ഒരു സാമൂഹിക പരിസരത്തെയാണ് നമ്മളെല്ലാവരും ഇന്ന് അഭിമുഖീകരിക്കുന്നത്. ദി കോംപ്ലക്സിറ്റി ഓഫ് ദിസ് ഏജ് ഈസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ എന്ന് വിലയിരുത്തപ്പെടാറുണ്ട്. ഇന്നത്തെ എക്കണോമിക് വേൾഡ്, ഇന്നത്തെ മാർക്കറ്റ് വേൾഡ്, സൈബർ വേൾഡും ചേർന്നൊരുക്കുന്ന തീവ്ര ഭൗതികത സാമൂഹിക ഇടങ്ങളിലും മനുഷ്യ ആത്മത്തിലും ചെലുത്തുന്ന സ്വാധീനം അളന്ന് തിട്ടപ്പെടുത്താൻ പ്രയാസമാണ്. പട്ടക്കാരുടെ ജീവിതശൈലിയെയും അത് ആഴത്തിൽ ഇന്ന് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ്യതയും പ്രസക്തിയും, ക്രെഡിബിലിറ്റി ആൻഡ് റെലവൻസ് ഒരുപാട് നമ്മളറിയാതെ തന്നെ നമ്മളിൽ നിന്ന് ചോർന്ന് പോവുകയാണ്.
ഈ സ്വത്വ പ്രതിസന്ധി പട്ടക്കാർ നേരിടുന്ന ഒരു സംഘർഷമാണ്. നാടോടുമ്പോൾ നടുവേ ഓടുവാനല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, മറിച്ച് ദൈവരാജ്യ നൈതികതയുടെ പ്രേക്ഷിതനാകാനുള്ള വിളിയും നിയോഗവുമാണ് കശിശ പദവിയിലൂടെ ഗോഡ്വിൻ ഷമ്മാസിലേക്ക് ഇന്ന് സഭ പകരുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ദൈവരാജ്യത്തിൻ്റെ നൈതികതയുടെ പ്രേക്ഷിതനാകാനുള്ള വിളിയും നിയോഗവുമാണ് കശിശ പദവിയിലേക്ക് പ്രവേശിക്കുന്ന ഗോഡ്വിൻ ഷമ്മാസിലേക്ക് സഭ പകരുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. 3, പട്ടക്കാർ ബദൽ ശീലങ്ങളുടെ പരികർമ്മികൾ ആകണം. ബദൽ ശീലങ്ങളുടെ പരികർമ്മികൾ ആകണം. ലോകം വെച്ചു നീട്ടിയ അധികാരങ്ങളോടും പദവികളോടും യേശു പുലർത്തിയ ഒരു നിസ്സംഗതയുണ്ട്. തന്നെ രാജാവാക്കാൻ ജനം ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ടും വഴിമാറി മലയിലേക്ക് വാങ്ങിപ്പോയി എന്നാണ് വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു കാണിച്ച ആ ബദൽ ശീലം നിശ്ചയമായും നമുക്കൊരു മാതൃക ആകേണ്ടതാണ്. ആ മാതൃകയുടെ ആഴവും വ്യാപ്തിയും വെളിപ്പെടുത്തുന്ന ഒരു ആരാധനയിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത്. സഹോദരന്മാരുടെ ഗണത്തിൽ നിന്ന് ഷമ്മാസ പദവിയിലേക്കും ഷമ്മാസന്മാരുടെ ഗണത്തിൽ നിന്ന് കശിശ പദവിയിലേക്കും ഉള്ള ഉയർത്തപ്പെടൽ ഒരു ഹൈറാർക്കിക്കൽ അപ്ഗ്രേഡിംഗ് ആയി കാണാതെ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ വഴിയിലേക്കുള്ള വിളിയും നിയോഗമാണെന്ന് തിരിച്ചറിയാൻ ഗോഡ്വിൻ ഷമ്മാസിന് കഴിയണം. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പട്ടത്ത സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നത്. വെൻ വി വാക്ക് വിത്തൗട്ട് ക്രോസ്, വെൻ വി ബിൽഡ് വിത്തൗട്ട് ക്രോസ്, വെൻ വി പ്രാക്ടീസ് വിത്തൗട്ട് ക്രോസ്, we are not disciples of the Lord. We are worldly. We are bishops, priests, cardinals, pope, but not disciples of the Lord. ഞാൻ ഒരിക്കൽ കൂടെ മാർപ്പാപ്പയുടെ വാക്കുകൾ ആവർത്തിക്കട്ടെ. When we walk without cross, when we build without cross, when we practice without cross, we are not disciples of the Lord. We are worldly. We are bishops, priests, cardinals, pope, but not disciples of the Lord. പട്ടത്ത യാത്രയിൽ ഗോഡ്വിൻ ഷമ്മാസൻ എക്കാലവും ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട വാക്കുകളാണ് പോപ്പ് നമുക്ക് നൽകുന്നത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തൊന്നുകൊണ്ട് രസം വരുത്തും? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടിക്കളയാനല്ലാതെ പിന്നെ ഒന്നിനും കൊള്ളില്ല. അലിഞ്ഞ് ഇല്ലാതാകുന്നവരായിട്ടല്ല, മറിച്ച് ബദൽ ഭാവനകളുള്ള, ബദൽ നൈതികത പേറുന്ന, ബദൽ ശീലങ്ങൾ സൂക്ഷിക്കുന്ന വ്യതിരക്തമായ ഒരു പട്ടത്ത ജീവനത്തിൻ്റെ ജ്വലിക്കുന്ന സാക്ഷ്യപാതയിൽ നിൽപ്പാൻ ഇന്ന് കശിശ പദവിയിലേക്ക് പ്രവേശിക്കുന്ന ഗോഡ്വിൻ ഷമ്മാസിന് ദൈവം തുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ധ്യാനം ഞാൻ ഉപസംഹരിക്കുന്നു. ഇങ്ങനൊരവസരം നൽകിയ അഭിവന്യ എബ്രഹാം പൗലോസ് തിരുമേനിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.